ഹരി ഓം. പ്രഭാതതീർത്ഥം സാധക ബന്ധുക്കൾക്ക് ഹൃദയംഗമമായ വിഷുദിന ആശംസകൾ. പ്രഭാതതീർത്ഥം 71 ദിവസങ്ങളോളം അഭംഗുരം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റു ചില തിരക്കുകൾ വന്നത് കാരണം ഏഷ്യാനെറ്റ് ചാനലിലൂടെ അധ്യാത്മദീപം പരിപാടി അവതരിപ്പിക്കുന്നതിൻ്റെ തിരക്കുകളും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രഭാതതീർത്ഥം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. ഇനി സൗകര്യപൂർവം നമുക്കിത് ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. എപ്പോൾ സാധിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇന്നത്തെ ഒരു പ്രത്യേക ദിവസത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ച് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വിഷുദിനം സമത്വത്തിൻ്റെ സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത്. വിഷുവം എന്ന പദം, വിഷുവത്ത് എന്ന പദം ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അർത്ഥം സമം എന്നാണ് അത്രേ. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ വരുന്ന ദിവസമായതുകൊണ്ട് രാപ്പകലുകൾ സമമാവും എന്നതാണ് മേടമാസത്തിലെ വിഷുദിനത്തിൻ്റെ പ്രത്യേകത. ഇത് ജീവിതത്തിലേക്കും നമുക്കൊരു സന്ദേശം പകർന്നു തരുന്നു. സമത്വം യോഗ ഉച്യതേ എന്ന പ്രയോഗം ഇത്തരുണത്തിൽ അനുസ്മരണീയമാണ്. സമബുദ്ധി പുലർത്തുക, അതാണ് യോഗബുദ്ധി. യോഗം എന്ന് പറയുന്നത് സങ്കുചിതമായ ജീവാത്മാവിനെ സർവവ്യാപിയായി, സർവാധാരമായി, സർവ അതീതമായി പരിലസിക്കുന്ന തത്വത്തോട് ഇണക്കുക, യോജിപ്പിക്കുക എന്നാണ് അർത്ഥം. ഈ യോഗം സാധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സങ്കുചിത താതാത്മ്യങ്ങൾ കൊണ്ടുണ്ടായ കാമനകളും അതുപോലെ തന്നെ രാഗദ്വേഷാദികളും ഒക്കെയാണ്. ഇവയെ അതിജീവിക്കുന്ന പ്രക്രിയയിലാണ് ഒരു സാധകൻ കർമ്മയോഗത്തിൻ്റെ ഭാഷയിൽ, ഭക്തിയോഗത്തിൻ്റെ സമീപനത്തിൽ ഒക്കെ ഉത്സാഹിക്കുന്നത്. ഈ ഉത്സാഹങ്ങളൊക്കെ നമ്മെ അനുഗ്രഹിക്കട്ടെ, ചിത്തപ്രസാദം അതുകൊണ്ട് സംഭവിക്കുമാറാകട്ടെ എന്നാണ് വിഷുദിനത്തിൽ ആശംസിക്കാനുള്ളത്. ചിത്തപ്രസാദം എന്ന് പറയുന്നത് ലാഭനഷ്ട ജയപരാജയ ശീതോഷ്ണ സുഖദുഃഖ മാനാപമാനാദികളിൽ കുലുങ്ങാത്ത ഒരു മാനസികാവസ്ഥ. സമബുദ്ധി എന്ന് പറയുന്നത് സാന്ദർഭികമായി വന്നു പോകുന്ന കാര്യങ്ങൾക്ക് നൽകുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാന്ദർഭികമായി വന്നു പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വില താൽക്കാലികമാണ്. ആരൊരാൾ വന്നു പോകുന്നതിനെ മുഴുവൻ അനുവദിക്കുകയും എന്നെന്നും നിലനിൽക്കുന്നതുമായി നിത്യബന്ധം പുലർത്തുകയും ചെയ്യുന്നുവോ അവനെ സംബന്ധിച്ചിടത്തോളം സമത്വബുദ്ധി സ്വാഭാവികമായിരിക്കും. ഉദാഹരണമായിട്ട് വിദ്യാർത്ഥികളുമായി നാം ബന്ധപ്പെടുന്ന സമയത്ത് അവരുടെ ഓരോ ക്ലാസ്സിലെ മാർക്കിനെ കുറിച്ചും നാം ഏറെ വ്യാകുലപ്പെടുന്നതും ഒരു വിദ്യാർത്ഥിയുടെ സർഗശേഷിയിൽ ശ്രദ്ധിച്ച് അവന്റെ ജീവിതത്തെ ആസകലം കണ്ടുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആരൊരാൾ അതാത് മാർക്കുകളെ കുറിച്ച്, അതാത് കാലത്തിന്റെ പെർഫോമൻസുകളെ കുറിച്ച്, ആവിഷ്കാരങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടുന്നുവോ അവർക്ക് സമബുദ്ധിയില്ല. ആരൊരാൾ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ സമഗ്രം നോക്കിക്കാണുന്നുവോ അവന് സമബുദ്ധിയുണ്ട് എന്ന് പറയാം. ഈ നിലയിൽ ലോകത്തിലെ സകല അനുഭവങ്ങളും വരട്ടെ പോവട്ടെ, അതിനൊക്കെ അപ്പുറത്ത് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനും അന്നിലയിൽ വിലയിരുത്താനും അന്നിലയിൽ സംഭവിക്കുന്ന ഒരു കുലുക്കമില്ലായ്മ സ്വന്തമാക്കാനും നമുക്ക് സാധിക്കട്ടെ. അതാണ് വിഷുദിനത്തെ സംബന്ധിക്കുന്ന സന്ദേശം. ശ്രദ്ധാനേത്രം എന്നൊരു പ്രയോഗമുണ്ട്. ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ്. കണി കാണേണ്ടത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധാനേത്രം കൊണ്ടാവണം. ശ്രദ്ധ വിശ്വാസമാണ്. ശാസ്ത്ര ഗുരുവാക്യങ്ങളിലുള്ള വിശ്വാസം. ശാസ്ത്ര ഗുരുവാക്യങ്ങൾ കാരുണ്യത്തിൻ്റെ പ്രകാശനങ്ങളാണ് എന്ന ബോധ്യത്തിൽ
അവയെ ആവോളം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് നമുക്ക് ലോകത്തെ കാണാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ നാം ശ്രദ്ധാനേത്രത്താൽ അനുഗ്രഹീതരാവുന്നു എന്ന് പറയാം. അവർക്കും തീർച്ചയായിട്ടും വൈവിധ്യങ്ങളിലൊക്കെ ഏകമായ തത്വത്തെ കാണാൻ കഴിയും. ആ നിലയിലുള്ള ഒരു കണി ദർശനം ജീവിതത്തിൽ നിത്യമായി നമുക്ക് ലഭിക്കട്ടെ. അതിന് നാം ഇപ്പോൾ കാണുന്ന ശോഭനമായ കണി നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു.